എനിക്ക് നവീനെ കാണണം. ഞാൻ പറഞ്ഞത് കേട്ടില്ലേ? എനിക്ക് നവീനെ കണ്ടേ പറ്റൂ. നിനക്ക് ആക്സിഡന്റ് ഉണ്ടായത് എങ്ങനെയാണെന്ന് ഓർമ്മയുണ്ടോ? നീ ഒരു പാമ്പിനെ കണ്ട് കാർ വെട്ടിച്ചതല്ലേ? ഇതിനു മുമ്പ് സ്വപ്നത്തിൽ നീ പാമ്പിനെ കണ്ട് പേടിച്ചിട്ടില്ലേ? അതിന് നവീന്റെയും നിന്റെയും വിവാഹ തീയതി നിശ്ചയിച്ച ദിവസമാണ്. അപ്പൊ അതിനർത്ഥമൊന്നുമില്ലേ? വരാൻ പോകുന്ന ആപത്തിനെ ചൂണ്ടിക്കാണിച്ചു തന്നതല്ലേ അത്? മമ്മി, വെറുതെ ഓരോന്നും പറയണ്ട. പറയും. കളരിക്ക കുടുംബം സർപ്പശാപം വീണ് തറവാടാ. അവിടേക്ക് കയറി ചെല്ലുന്ന ഒരു പെൺകുട്ടിയും അധികകാലം ജീവനോടെ ഇരിക്കില്ല. മമ്മി, ഇത്ര നേരം ഇരുന്ന് ആലോചിച്ചിട്ട് ഈ ഒരു കഥയാണോ കിട്ടിയത്? എന്നെയും നവീനെ അകറ്റാനാണോ മമ്മി ശ്രമിക്കുന്നത്? മമ്മി എത്ര ശ്രമിച്ചാലും അതിന് സാധിക്കില്ല. ഗാഥ, ഞാൻ പറയുന്നൊന്ന് കേക്കുമോളെ. ഞാൻ നിന്റെ ആഗ്രഹങ്ങൾ തടയുന്നില്ല, ആപത്ത് തടയാനാ നോക്കുന്നത്. എനിക്കതൊന്നും കേക്കണ്ട. പിന്നെ ഞാൻ ആരോട് ചെന്ന് പറയണ്ടേ? എന്റെ ഫോൺ എവിടെ? ഈ അവസ്ഥയിൽ നീ ആരോട് സംസാരിക്കണ്ട. ഞാൻ ഫോൺ തരില്ല. ഗാഥ, പ്ലീസ്. മമ്മി പ്ലീസ്, ഫോൺ തരാനല്ലേ പറഞ്ഞേ? നവീൻ എത്ര തവണ എന്നെ വിളിച്ചു, എന്നിട്ട് എന്താ എടുക്കാതിരുന്നേ? ഞാൻ ഹോസ്പിറ്റലാണെന്ന് നവീനോട് എന്താ പറയാതിരുന്നേ? വേണോന്ന് എനിക്ക് തോന്നിയില്ല. മമ്മിയുടെ വാശി എന്തിനാണെന്ന് എനിക്കറിയില്ല, പക്ഷേ അത് എന്നോട് വേണ്ട. കണ്ടോ, നവീൻ ഫോൺ എടുക്കുന്നില്ല. ഇനി അതിനെന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? എന്ത് പറഞ്ഞാലും നവീൻ നവീൻ നവീൻ. അതെ, എനിക്ക് നവീൻ അത്രയും പ്രിയപ്പെട്ടതാ. നവീൻ എന്നിൽ നിന്നും അകറ്റാൻ ശ്രമിക്കുന്ന ഒരാളെ പോലും എനിക്ക് സ്നേഹിക്കാൻ പറ്റില്ല. ഇത് കണ്ടോ അമ്മേ? ഇത് മുഴുവനും കാശാ. സുന്ദരി നാട്ടിൽ നിന്ന് കൊണ്ടുപോയ മൊത്തം കാശ്. എന്നാലും എന്റെ കൃഷ്ണേ, നിന്നെ ഞാൻ സമ്മതിച്ചു കേട്ടോ. ഇത്രയും ദൂരത്തേക്ക് സുന്ദരി നാട് വിട്ടുപോയിട്ടും നീ അവളെ കണ്ടുപിടിച്ച് കാശ് വാങ്ങി എടുത്തല്ലോ. ഞാൻ ഒറ്റയ്ക്കൊന്നും അല്ല, എന്തോരാൾക്കാർ എന്നെ സഹായിച്ചെന്നറിയോ? ഗോപാല മാമ, സുനൻ ചേച്ചി, അവിടുത്തെ യൂണിയൻകാര്, പിന്നെ പേരറിയാത്ത കൊറേ ആൾക്കാര്. അമ്മ ഇടയ്ക്കിടയ്ക്ക് പറയാറില്ലേ, ആരുമില്ലാത്തവർക്ക് ദൈവം ഉണ്ടാവും ഏതെങ്കിലും രൂപത്തിലെന്ന്. അത് മുഴുവനും ഞാൻ കണ്ടു. കാശ് കിട്ടിയതുകൊണ്ടൊന്നുമില്ലേ, നീ ഇങ്ങോട്ട് വന്നല്ലോ, അതാ എനിക്കൊരു സമാധാനം. ദേ, ഞാനൊരു കാര്യത്തിന് പോയി അത് നേടി വരുമ്പോ അതിനൊരു വിലയില്ലാതെ ഇങ്ങനെ സംസാരിക്കല്ലേ അമ്മേ? കൃഷ്ണേ, നീ വിളിച്ചു പറഞ്ഞപ്പോഴേ കാശ് കിട്ടാനുള്ളവരെ മുഴുവൻ ഞാൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. എന്തൊരു സന്തോഷം എന്നറിയോ അവർക്ക് എല്ലാവർക്കും. നമ്മുടെ രാധേച്ചി ഇല്ലേ, രാധേച്ചി പറയാ നീ ദേവിയുടെ അവതാരാന്നൊക്കെ. പിന്നെ ഞാനിനി വാളും പിടിച്ച് കുട്ടനാട്ട് കൂടെ തുള്ളി നടക്കാം. ഇത് വാങ്ങിച്ചെടുത്തത് എങ്ങനെയാന്ന് എനിക്ക് തന്നെ അറിഞ്ഞൂടാ. അതെ, ഇനി അമ്മയെ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോകണം. ഡോക്ടറോട് ഓപ്പറേഷന്റെ കാര്യങ്ങൾ സംസാരിക്കണം. അതൊക്കെ ഇനി പരിപാടി. പക്ഷേ ഒരു കുഴപ്പമുണ്ട്. എന്തുപറ്റി? അതെ, സുന്ദരി ചേച്ചിയുടെ കയ്യിൽ നിന്ന് കിട്ടിയ പൈസ മാത്രം മതിയാവില്ലല്ലോ അമ്മയുടെ ഓപ്പറേഷന്. കുറച്ചുകൂടി വേണ്ടി വരും. കുഴപ്പമില്ല, ഇത്രയും ഒത്തില്ലേ അല്ലേ അമ്മേ? ബാക്കി കൂടി ഞാൻ എങ്ങനെയല്ലോ ഒപ്പിക്കും. നീ എന്തേലും കഴിച്ചിട്ടാണോ വന്നേ? എവിടുന്ന് കഴിക്കാനാ? ഈ സന്തോഷം കൊണ്ട് എന്തേലും കഴിക്കാൻ തോന്നണ്ടേ? ഉണ്ണി, ഇവിടെ എന്തേലും ഉണ്ടോടി? രാവിലെ അമ്മയ്ക്ക് ദോശ ഉണ്ടാക്കി കൊടുത്തേ. അത് പിന്നെ ഒരെണ്ണത്തിന്റെ മൂല പിച്ചിട്ട് അവസാനിപ്പിക്കുകയാണല്ലോ പതിവ്. കറിയാണ് പ്രശ്നം. ഇന്നലത്തെ ചാളക്കറി വേണമെങ്കിൽ തരാം. എന്നിട്ടാണോ? അത് തന്നെ ധാരാളല്ലേ? എന്നാ ഞാൻ എടുത്തിട്ട് വരാം. ഓ, നീ പിന്നെ മുതലാളിയായിട്ടൊന്നും കണക്കാക്കണ്ട. ഞാനിപ്പോ അടുക്കളയിലേക്ക് അങ്ങ് വരും. അയ്യടാ, നിന്നെ മുതലാളിയായിട്ട് കണ്ടിട്ടൊന്നും അല്ല. നീ അടുത്തിരുന്ന് കഴിക്കുമ്പോഴേ അമ്മയ്ക്കും എന്തേലുമൊക്കെ പിച്ചു കൊടുക്കും. എന്തെങ്കിലുമൊക്കെ വയറ്റിലോട് ചെല്ലട്ടെ. നീ വാ, ഞാൻ ദോശ എടുത്തു വെക്കാം. അമ്മേ, അമ്മയ്ക്ക് സന്തോഷം തോന്നുന്നുണ്ടോ? നോക്കി, പലപ്പോഴും നിന്നെ ചൂണ്ടിക്കാണിച്ചിട്ട്
തങ്കേച്ചിക്ക് എന്തിനാ ആൺമക്കള് ഇവളൊരുത്തി പോരേന്ന് എല്ലാരും ചോദിക്കാറുണ്ടായിരുന്നു. ആ, അതിപ്പോ എന്റെ മോള് തെളിയിച്ചു. ഇങ്ങനെ വരുന്നതല്ലേ ഒരു സർപ്രൈസ്. സർപ്രൈസുകളുടെ രാജകുമാരിക്ക് ചെറുതെങ്കിലും ഒരു സർപ്രൈസ് എന്റെ വകയിരിക്കട്ടെ. ഞാൻ നവീനെ എത്ര മിസ് ചെയ്തെന്നറിയോ? ഞാൻ ഇവിടെ കിടക്കുമ്പോഴും എന്റെ മനസ്സ് അവിടെയായിരുന്നു. ഇതെന്തേ ഈ കാണിച്ചു കൂട്ടിയെ? വണ്ടി ഓടിക്കുമ്പോ സൂക്ഷിച്ചു ഓടിക്കണ്ടേ? എന്തെങ്കിലും പറ്റിപ്പോയാലേ നഷ്ടം എനിക്കല്ലേ? എന്റെ ബോധം പോകും മുമ്പ് ഞാൻ എന്താ ചിന്തിച്ചെന്നറിയോ? എന്താ? ഞാൻ എന്റെ നവീന്റെ കൂടെ ജീവിച്ചു തുടങ്ങിയിട്ടില്ല. അതുകൊണ്ട് എനിക്കെന്റെ ജീവനും ആരോഗ്യവും തിരിച്ചു തരണേ എന്ന്. താൻ പറഞ്ഞ പോലെ കുറച്ചു സമയം മിണ്ടാതിരിക്കുകയോ കാണാതിരിക്കുകയോ ഒക്കെ ചെയ്താലേ ശരിക്കും മിസ്സിംഗ്. എനിക്കത് ശരിക്കും ഫീൽ ചെയ്തു.